ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. എന്തെല്ലാം, നമുക്ക് ഇന്നൊരു അറേബ്യൻ ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി കണ്ടാലോ? അപ്പോൾ വീഡിയോ പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അര ലിറ്റർ പാലൊഴിച്ച് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കാം. മധുരം നിങ്ങൾക്ക് ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും ഒഴിച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം പാലും ഒഴിച്ച് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഇതും നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നേരത്തെ മാറ്റി വെച്ച പാലും മിൽക്ക് മെയ്ഡും പഞ്ചസാരയും കൂടെ ചേർത്തൊന്ന് ചൂടാക്കി എടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചേക്കുന്ന കസ്റ്റേർഡ് പൗഡറിൻ്റെ മിക്സിങ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊഴിച്ച് തീ ഒന്ന് സിമ്മിലാക്കിയ ശേഷം കൈ എടുക്കാണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് തന്നെ കൈ എടുക്കാണ്ട് തന്നെ കുറുക്കിയെടുക്കുക. ഇതുപോലെ കുറുകി വരുമ്പോഴേക്കും നമുക്കൊന്ന് തീ ഓഫ് ചെയ്ത് അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് അല്പം ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും ഒഴിച്ച് അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പുഡിംഗ് ട്രേ എടുക്കുക. ബ്രെഡ് ഞാൻ പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയ പീസായിട്ട് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ബ്രെഡ് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൈഡ് ഭാഗമൊന്നും കട്ട് ചെയ്ത് മാറ്റി കളഞ്ഞിട്ടില്ല. അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് ബ്രെഡ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ പുഡിംഗ് ട്രേയിൽ ബ്രെഡ് വെച്ച ശേഷം ആദ്യം മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന പാലും മിൽക്ക് മെയ്ഡും കസ്റ്റേർഡ് പൗഡറിൻ്റെ മിക്സില്ലേ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. ബ്രെഡിൻ്റെ വെച്ച ശേഷം വീണ്ടും നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന കസ്റ്റേർഡ് പൗഡറിൻ്റെ മിക്സും മിൽക്ക് മെയ്ഡും ഫ്രഷ് ക്രീമുടെ മിക്സും കൂടെ സ്പ്രെഡാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ അണ്ടിപ്പരിപ്പും ബദാമുമാണ് എടുത്തിരിക്കുന്നത് നട്ട്സായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തണുത്ത ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.